കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അതിനിടയിൽ ഒരു UDF സർക്കാർ വന്നപ്പോൾ അങ്ങേക്ക് തന്നെ ആവശ്യപ്പെടാമായിരുന്നു. എനിക്ക് പറയേണ്ട കാര്യമില്ലല്ലോ, അവിടെ നടന്നെന്ന് എനിക്കറിയാമല്ലോ. അവിടെ എൻ്റെ ഗവൺമെൻറ് ചെയ്തത് ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാനാണ് ശ്രമിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പോലീസിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഇലക്ഷൻ ജയിച്ച പ്രകാശാനന്ദ സ്വാമികൾക്കും കൂട്ടർക്കും അധികാരം കൈമാറണമെന്നുള്ള ജഡ്ജ്മെൻറ്റിന് എനിക്കറിയാം. ഞാൻ നിശ്ചയിക്കുന്നില്ലല്ലോ. അന്നത്തെ SNDP യോഗം ജനറൽ സെക്രട്ടറി ഗോപിനാഥന്റെ ഒരു ആത്മകഥ ഈ അടുത്ത ദിവസം പുറത്തിറങ്ങി. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് SNDP യോഗത്തിന് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇത്തരം ഒരു പോലീസ് ആക്ഷൻ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകി അങ്ങയുടെ നടപടി വഞ്ചനാപരമെന്നാണ്. ഞാൻ അത്തരം വിവാദങ്ങളിലേക്കൊന്നും കിടക്കാൻ പോകുന്നില്ല. അതിന് മറുപടി ഇല്ല, ഞാൻ പറഞ്ഞത് മൊത്തത്തിലുള്ള കാര്യങ്ങൾക്കാണ്. മൊത്തത്തിൽ ഇന്നലെ LDFന്റെ മെമ്പർമാർ അസംബ്ലി ഉൾപ്പെടെ 21 വർഷമായി കേരളത്തിൽ അന്നത്തെ ആക്ഷനെക്കുറിച്ച് നടക്കുന്ന പ്രചരണങ്ങൾക്ക് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അതാ പറഞ്ഞത്. ഞാൻ പറഞ്ഞ വസ്തുക്കൾ തെറ്റാണെന്ന് എങ്കിൽ പറയട്ടെ ആരെങ്കിലും. ഞാൻ എൻ്റെ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഞാനൊന്ന് മറുപടി പറയാറുള്ളൂ. ഞാൻ അവസാനം എന്നോട് ഒരുപാട് ആത്മകഥ പറഞ്ഞ മരിച്ചില്ലെങ്കിൽ അടുത്ത അസംബ്ലി ഇലക്ഷന് ശേഷം ചില കാര്യങ്ങളൊക്കെ പറയാൻ ആലോചിച്ചതാണ്. ഇന്നലത്തെ പ്രൊവക്കേഷനോട് കണ്ടപ്പോഴാണ് പറഞ്ഞത് ഇത് പറയാൻ ആലോചിച്ചത്. അല്ലെങ്കിൽ ഞാൻ മരിച്ചില്ലെങ്കിൽ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിയുമ്പോൾ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടായ ചില വിവാദങ്ങളെക്കുറിച്ച് ഞാൻ പറയും. സാർ, അങ്ങ് തന്നെ ഈ 2 നടപടിയെ സംബന്ധിച്ച് വ്യക്തിപരമായി ദുഃഖമുണ്ട് എന്ന് പറഞ്ഞു. അതായത് ഒന്ന് ശിവഗിരി മഠത്തിലുണ്ടായ സംഭവവും മറ്റൊന്ന് ഈ സംഭവവും, ഈ മുത്തങ്ങയിലുള്ള സംഭവം. ഒപ്പം തന്നെ അങ്ങ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് മാറാട് കലാപം നടക്കുന്നത്. തമിഴ്നാട് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ കലാപം ഉണ്ടായി. അതിൽ വ്യക്തിപരമായി അങ്ങക്ക് ദുഃഖമുണ്ടോ? ഞാൻ ഇന്നലെ പോലീസ് മന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങയുടെ ചോദ്യം ഞാൻ ഒഴിഞ്ഞു മറന്നില്ല. പക്ഷേ ഇന്നലത്തെ ചർച്ച ഞാൻ പറഞ്ഞു. മാറാടിനെ കുറിച്ചും എൻ്റെ കാലത്ത് പോലീസ് എൻക്വയറി വെച്ചിട്ടുണ്ട്. ആ പോലീസ് എൻക്വയറി റിപ്പോർട്ട് ഈ ഗവൺമെൻറ്റുകളുണ്ട്. എന്താണ് മാറാട് നടന്നത് ആ റിപ്പോർട്ടും പുറത്തു കൊടുക്കും. എൻ്റെ അഭ്യർത്ഥന താങ്കൾക്ക് എൻ്റെ കാലത്ത് നടന്നുള്ള എല്ലാ ഇതുപോലുള്ള ആക്ഷൻസ് എല്ലാം ദുഃഖം കൊണ്ട് ചെയ്യും. പക്ഷെ ഭരണാധികാരികൾക്ക് ചിലപ്പോൾ അവർക്ക് ചില കടമകളുണ്ട്. കടമ നിർവഹിക്കേണ്ടി വരും. അധികാരത്തിലിരിക്കുമ്പോൾ പലപ്പോഴും ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടാകും. ഇപ്പോഴത്തെ ഗവൺമെൻറ് തന്നെ ഇപ്പോൾ അയ്യപ്പ സംഘം നടക്കാൻ പോകില്ലേ, പമ്പ മുതൽ മരക്കൂട്ടം വരെ വനിതകളെ കൊണ്ടുപോയി നടത്തിയ ആൾക്കാരല്ലേ. ഞാൻ അതിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത്രയും വിവാദങ്ങളിലേക്ക് പോകണ്ട. ഈ സഭയില് ഈ പറഞ്ഞ ആഭ്യന്തരമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്തു. അതിലൊന്ന് അടിയന്തരാവസ്ഥ കാലമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് അന്ന് ഈ ശേഷം ഈ കർണാടക ശേഷം അന്ന് മുഖ്യമന്ത്രി ഈശ്വര വാര്യർ തന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. അന്നത്തെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ കുഞ്ഞിരാമൻ മേനോനെ നിയമിക്കണമെന്ന കാര്യം അങ്ങയോട് വന്ന് അഭ്യർത്ഥിച്ചു. ആ കേസ് കോയമ്പത്തൂർ കോടതിയിൽ പരാജയപ്പെട്ടു പോയി. അതിൽ അങ്ങ് ഇപ്പോഴും ആരോപണ മുനയിലാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതിയ പരാമർശം മാറാട് മുത്തങ്ങ മാത്രമല്ല സാർ, ആഭ്യന്തര മുഖ്യമന്ത്രിയായപ്പോൾ സമാനമായ നിരവധി ആരോപണങ്ങളുണ്ട്. ഇന്ന് ഞാൻ പറയണ്ടേ, എന്നെ പ്രൊവോക്ക് ചെയ്യുന്ന സുഹൃത്തെ, താങ്കളുടെ രാഷ്ട്രീയ ആവശ്യമായിരിക്കും. പത്രക്കാരന് അപ്പുറത്തൊരു രാഷ്ട്രീയം ഉണ്ടല്ലോ. പക്ഷെ ഇന്ന് ഞാൻ ഈ 2 വിഷയങ്ങളൊക്കെ പറയുന്നുള്ളൂ. ശിവഗിരിയും മുത്തങ്ങയും കുറിച്ചും പറഞ്ഞു. 2 കോടതി വിധിയെ തുടർന്നാണ് അങ്ങനെ നടപടി ഉണ്ടായത് എന്ന് പറഞ്ഞാൽ അത് കോടതി വിധി ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ നടപടി ഉണ്ടായതെന്ന് പറഞ്ഞാൽ അന്ന് പോലീസിന് നടത്തിയ ആ നടപടികളെ ന്യായീകരിക്കുകയാണ്. ആ നടപടികളിലേക്ക് വഴിവെച്ച കാര്യങ്ങൾ നയനാർ നിയമിച്ച ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാർ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുത്തങ്ങ സംഭവത്തെക്കുറിച്ച് CBIയുടെ എൻക്വയറി റിപ്പോർട്ടുണ്ട്. അത് 2 വായിച്ചു നോക്കുക. ദില്ലിയിലാണ് താൻ ദില്ലിയിലേക്ക് പോയി ആവർത്തിച്ച് പറഞ്ഞൊരു പോയിന്റാണ്. ഇന്നലത്തെ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞാണ് താനൊന്ന് പോയി മറുപടി പറയാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന്. അതായത് ഇതൊക്കെ അറിയാമായിരുന്ന കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് അംഗങ്ങളുമായിട്ടുള്ള ആളുകൾ കൃത്യമായിട്ടുള്ള മറുപടി പറയേണ്ട മറുപടി പറഞ്ഞു കുസൃതി എനിക്ക് മനസ്സിലായി. ഞാനത് ഉത്തരം പറഞ്ഞില്ല.
സഭയിൽ വന്നപ്പോൾ അങ്ങയുടെ പാർട്ടിയിലുള്ള ആളുകൾക്ക് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതെന്റെ അവസാനത്തെ പ്രശ്നമാണ്. പക്ഷേ ഇന്നലെ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് വളരെ ശക്തമായി ഇന്നലെ പോലീസിൻ്റെ അതിക്രമങ്ങളെക്കുറിച്ച് നടന്ന ചർച്ചയിൽ ഭരണകക്ഷി അംഗങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് അതിശക്തമായ മറുപടി പ്രതിപക്ഷ നേതാവ് ആഗ്രഹിച്ചിട്ടുണ്ട്. 21 വർഷങ്ങൾക്ക് ശേഷം അങ്ങേക്ക് തന്നെ വന്നിട്ട് പ്രതിരോധം തീർക്കേണ്ടി വരുന്നതുകൊണ്ടാണ് പാർട്ടി ഇത്ര ഷാർപ്പായി ഇന്നലെ സഭയിൽ പ്രതിരോധിച്ചില്ല അങ്ങേ. ഈ റിപ്പോർട്ടിന്റെ കാര്യം ഈ പറഞ്ഞ പ്രതിപക്ഷത്തിന് തന്നെ പറയാറുണ്ടല്ലോ. അങ്ങ് ഈ മൂന്നാമത്തെ റിപ്പോർട്ടും പറഞ്ഞു. ഈ കമ്മീഷൻ റിപ്പോർട്ട് സംബന്ധിച്ച് വലിയ ദുഃഖമാണല്ലേ? ഇല്ല വലിയ ദുഃഖമാണ്. സ്വാഭാവികമായുള്ള ഒരു ചോദ്യമാണ്. താങ്കൾക്ക് വലിയ ദുഃഖമാണ്. ഇന്ന് ഞാൻ ഈ 2 വിഷയങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. എൻ്റെ അവസാനത്തെ പ്രസ് കോൺഫറൻസ് അല്ല. എൻ്റെ അവസാനത്തെ പ്രസ് കോൺഫറൻസ് അല്ല. ഇല്ല, അങ്ങനെ കോൺഗ്രസിലാകാൻ ആഗ്രഹിക്കുന്ന ആരുമില്ല. അങ്ങനെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.